ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിലേക്ക് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് മൈദയും പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, വെള്ളം കൂടി പോകാൻ പാടില്ല. നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്റർ. അപ്പോൾ അതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബജി മുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 മുളക് എടുത്തിട്ടുണ്ട്. ഈ മുളകൊന്ന് കീറിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ആ പരിപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. മുളക് പൊട്ടിപ്പോവാത്ത വിധത്തിൽ നമുക്കിതാ ഇതുപോലെ കത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവും അതുപോലെ ആ ഒരു ചോറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും എടുത്തു മാറ്റിയാൽ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ അതാ മുഴുവൻ മുളകിൻ്റെ ഉള്ളിലെയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ ബീഫിൻ്റെ ഒരു മസാല നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ട എണ്ണ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുളകും എടുത്തിട്ട് ഈ ഒരു നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ മുളക് ബജിയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി, തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് ബജി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ചിക്കൻ്റെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഫില്ലിങ്ങോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം.
അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള അടിപൊളി മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്